ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ സ്മൂത്തി റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് നട്ട്സാണ്. കുറച്ച് ഈന്തപ്പഴം, കാഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ, ഇതിന് അളവൊന്നുമില്ല. പിന്നെ ഒരു 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഹനിയും കൂടെ, ചെറിയൊരു മധുരത്തിനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഓട്സ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത് വേണേൽ നമുക്ക് പാലിലും കുതിർത്ത് വയ്ക്കാം. ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ കുതിർത്തുന്നേ ഉള്ളൂ. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. 3 ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 റോബസ്റ്റ പഴം അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരുന്ന നട്ട്സുകളെല്ലാം തന്നെ നമുക്ക് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലോ വെള്ളമോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ലോ ഫാറ്റുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഹനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ കേട്ടോ. ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത്. ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലാതെ വെറുതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.